ഇത് ഡോക്ടർ GPC നായർ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രഖ്യാതമായ നാമം. സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെ കർമ്മധീരനായ ഇദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവയ്പും ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും പ്രൊഫഷണലിസത്തിൻ്റെ പ്രകടമായ ഔന്നത്യം. വിജയതൃഷ്ണയാണ് ശ്രീമാൻ നായരുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. പ്രഭാതത്തിൻ്റെ പ്രസരിപ്പേറ്റുവാങ്ങി ഒരു ദിനം ആരംഭിക്കുമ്പോൾ അതിനർത്ഥവത്തായ വ്യാഖ്യാനങ്ങൾ നൽകാൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പത്രപാരായണത്തിൽ പോലും ഒരു മുന്നൊരുക്കത്തിൻ്റെ തിരയിളക്കം കാണാൻ സാധിക്കും. അതാണ് G. പ്രതാപൻ നായർ അഥവാ GPC നായർ. ഒരു വേള ശ്രീമാൻ GPC നായർ തൻ്റെ ബാല്യത്തിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. ഓർമ്മയുടെ ആ നാട്ടുവഴികൾ താണ്ടി അദ്ദേഹം തേവന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എത്തുന്നത്. കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ഈ സുന്ദര ഗ്രാമത്തിലാണ് ശ്രീമാൻ നായർ തൻ്റെ ബാല്യം ചെലവഴിച്ചത്. കണ്ണങ്കര എന്ന ഈ തറവാട്ട് വീട്ടിൽ ചെലവഴിച്ച നാളുകൾ ഇന്നലത്തെ പോലെ ഓർത്തെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിയും. തേവന്നൂർ ഗ്രാമത്തിലെ ഏക പ്രൈമറി സ്കൂളിൻ്റെ പ്രധാനാധ്യാപകനായിരുന്ന ഗോപാലൻ ഉണ്ണിത്താൻ്റെയും ഭാര്യ ലക്ഷ്മി അമ്മയുടെയും 3 ആൺമക്കളിൽ നിന്ന് ശ്രീമാൻ GPC നായർ വേർതിരിക്കുന്ന ഘടകം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനയാണ്. ഉഷസ്സിൻ്റെ ദാനം ഊർജമായി സ്വീകരിച്ച് ഒരു നീന്തിക്കുളി. ശരീരത്തിനും മനസ്സിനും ഉന്മേഷം പകരാൻ മാത്രം ഊഷ്മളമായിരുന്നു പകലോന്റെ സാന്നിധ്യത്തിലുള്ള ഈ നീരാട്ട്. ഇത് തൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് സർഫ് ചെയ്തിറങ്ങാനുള്ള ചുവടുമാറ്റത്തിൻ്റെ തിരയിളക്കമാണ്. ഇപ്പോൾ ക്രമാനുഗതമായി ചലിക്കുന്ന വിരൽത്തുമ്പിൽ ലോകത്തിൻ്റെ ഗതിവിഗതികൾ കൂട്ടിയിണക്കി വരാനിരിക്കുന്ന ഒരു നന്മ ഗണിച്ചെടുക്കുന്ന സൂക്ഷ്മബുദ്ധി. ചിന്തയ്ക്ക് ചിറകമുളയ്ക്കുന്നത് ഇവിടെ നിന്നാണ്. പക്ഷേ ശ്രീമാൻ GPC നായർ ഇത്തരം അവസരങ്ങളിൽ ശാന്തചിത്തനാകും. ആരെയും വിസ്മയിപ്പിക്കുന്ന ലാഘവത്തോടെ ദൂരദർശൻ്റെ പരിപാടികൾ ആസ്വദിച്ചിരിക്കുന്ന ഇദ്ദേഹത്തെ കാണുമ്പോൾ തിരക്കുകളിൽ നിന്ന് ഇദ്ദേഹം എത്ര പെട്ടെന്നാണ് ഏകാന്തതയിലേക്ക് ചുവടുമാറുന്നത് എന്ന് തോന്നിപ്പോകും. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നാട്ടറിവിൽ നിന്ന് കിട്ടുന്ന പുതിയ ചിന്തകളെ സമന്വയിപ്പിക്കാൻ അല്പനേരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇനിയാണ് വിശാലമായ തൻ്റെ കർമ്മമേഖലയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇത്. 32 കൊല്ലം മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1976 പബ്ലിക് റിലേഷൻസ്, ജേർണലിസം, കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിങ്, ഈ മേഖലകളിൽ ബിരുദാനന്തര ഡിപ്ലോമ പ്രോഗ്രാമായിട്ടാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത്. എന്ന് മാത്രമല്ല, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ സ്വാശ്രയ സംരംഭമായിരുന്നു എൻ്റെ. അതിനുമുമ്പ് സ്വാശ്രയ രംഗത്ത് ഒരു വിദ്യാഭ്യാസവും കേരളത്തിലില്ലായിരുന്നു. ഒക്കെ എയ്ഡഡ്, ഗവൺമെൻറ് എയ്ഡഡോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അങ്ങനെയായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നെങ്കിലും കുട്ടികളിൽ നിന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നതുകൊണ്ട് അത് വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് പോവുകയും 87 നമ്മുടെ സർക്കാർ തന്നെ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു. അന്ന് ഇന്ത്യയിൽ പോലും ആദ്യമായിട്ട് ഗവൺമെൻറ് അംഗീകാരം കിട്ടുന്ന സ്വാശ്രയ ബിരുദ കോഴ്സായിരുന്നു ഞങ്ങളുടേത്. 92 ആയപ്പോൾ, അപ്പോഴേക്കും ഞങ്ങൾ വളരെ പുരോഗമിച്ചിരുന്നു. 92 കഴിഞ്ഞപ്പോൾ അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നു, രാജ്യം തുറന്നു കൊടുത്തു. പുറത്തുനിന്നുള്ള വ്യവസായങ്ങൾ വരാനും നമ്മുടെ വ്യവസായികൾ അങ്ങോട്ട് പോകാനും ഒക്കെ ആയിട്ടുള്ള ഓപ്പണിംഗ് അപ്പ് വന്നു കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റിൽ പരിശീലനം ശ്രദ്ധിച്ച ആൾക്ക് നല്ല സ്കോപ്പായിരിക്കുമെന്ന് കണ്ടിട്ട് മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയും ദ്വിവത്സര PG ഡിപ്ലോമ, MBAക്ക് തുല്യമായിട്ടുള്ള ഡിപ്ലോമ ആരംഭിക്കുകയും ചെയ്തു 92. അത് അന്ന് 87 ഗവൺമെൻറ് പാർലമെൻറ്റ് ഒരു ആക്ട് പ്രകാരം നിലവിൽ വന്ന ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ അവരാണ് അംഗീകരിക്കേണ്ടത്. അവരുടെ അംഗീകാരം 94 ലഭിക്കുകയുണ്ടായി. 30 സീറ്റ് ഫുൾ ടൈം, 30 സീറ്റ് പാർട്ട് ടൈമായിട്ടാണ് ഈ PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഇക്വലൻ്റ് ടു MBA എന്ന് പറയുന്ന കോഴ്സ് അംഗീകാരം കിട്ടിയത്. അത് പക്ഷേ അടുത്ത കൊല്ലം 95 ആയപ്പോഴത്തേക്കും അത് 30 എന്നുള്ളത് 60 ഇൻക്രീസ് ചെയ്തു. 97 ആയപ്പോഴത്തേക്ക് 120 ഇൻക്രീസ് ചെയ്തു. അതിനെല്ലാം കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നടത്തിയ ആദ്യം തൊട്ട് 76 തൊട്ട് തുടങ്ങിയ അന്ന് തൊട്ട് നടത്തിയത് വളരെ ഭംഗിയായിട്ടാണ്. ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഞങ്ങൾ വരുത്തിയത് ഏറ്റവും ഭംഗിയായിട്ടാണ് വിദ്യാഭ്യാസം കൊടുത്തത്.
അത് AICTE ഇൻസ്പെക്ഷൻ ആൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഹിയർ ഈസ് എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അയാൾ പറഞ്ഞു, ഓപ്പണായിട്ട് പറഞ്ഞു, വന്ന ഇൻസ്പെക്ഷൻ ടീമിൻ്റെ ചെയർമാൻ പറഞ്ഞു. എന്നിട്ടാണ് ഇവിടുന്ന് പോയിട്ട് 30 എന്നുള്ളത് നെക്സ്റ്റ് ഇയർ തന്നെ, അടുത്ത ഇയർ തന്നെ 60 അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. 98 ആയപ്പോൾ നമ്മുടെ ബിസിനസ് ടുഡേ എന്നൊരു ബിസിനസ് ജേണലുണ്ട് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നത്. അവരൊരു സർവേ നടത്തി ഇന്ത്യയിലെ ഏറ്റവും നല്ല 50 ബിസിനസ് സ്കൂളുകളെ കണ്ടെത്താനായിട്ട്. അക്കാലത്ത് അന്ന് ഏതാണ്ട് 700ഓളം സ്കൂളുകളെ ഉള്ളെന്ന്, ഇന്ന് 2500 അവർ നടത്തിയ സർവേയിൽ അവർ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല 50 സ്കൂളുകളിൽ ഒന്ന് SEMS ആയിരുന്നു. അത് ഞങ്ങൾക്കൊരു വലിയൊരു ബൂസ്റ്റായിരുന്നു. നാഷണൽ ലെവലിൽ ഇങ്ങനൊരു ബിസിനസ് സ്കൂളുണ്ട് എന്ന് അറിയാൻ അത് കാരണമായി. കാരണം വലിയ സർക്കുലേഷനുള്ളൊരു മാസികയായിരുന്നു, ബിസിനസ് ജേണലായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് IT-യുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്ന ശ്രീമാൻ നായരുടെ അഭിപ്രായത്തിൽ ഭാവിയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയെ കണ്ടെത്തുക പ്രയാസമായിരിക്കും. നമ്മുടെ പ്രവർത്തന മേഖല ആകെ നിയന്ത്രിക്കപ്പെടുന്നത് IT സെക്ടറിലൂടെ ആയിരിക്കും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പും തയ്യാറായത് ശുഭസൂചകമായി ഇദ്ദേഹം വിലയിരുത്തുന്നു. IT മേഖലയുടെ വളർച്ച കാണുമ്പോൾ തൻ്റെ ബാല്യത്തിലെ വിദൂര സ്വപ്നത്തിൽ എവിടെയോ കോറിയിട്ടിരുന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമായതിൻ്റെ ചാരിതാർത്ഥ്യം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു കാണുന്നു. ഒരു ദീർഘദൃഷ്ടിയുടെ അകംപൊരുൾ അനുഭവിച്ചറിയുകയാണ് ഇദ്ദേഹം. IT-യുടെ വളർച്ച നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സമൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം IT ഇല്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് നടക്കില്ല എന്നുള്ളൊരു പരിസ്ഥിതിയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അത് മനസ്സിലാക്കിയിട്ട് പ്രൈമറി സ്കൂൾ തൊട്ടിപ്പോൾ IT വിദ്യാഭ്യാസം നൽകി പോരുകയാണ് ചെയ്യുന്നത്. കോളേജിലേക്ക് വരുമ്പോഴത്തേക്ക് കുട്ടികളുടെ ഒരുമാതിരി എല്ലാം നല്ല വിവരം അതിനെപ്പറ്റി ഉണ്ടാകുമെന്ന്. ഇത് മാത്രമല്ല, എന്ത് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും IT ആപ്ലിക്കേഷൻ ആവശ്യമാണ്. കമ്പ്യൂട്ടറുമായിട്ട് പരിചയമില്ലാത്ത ഒരാളിൽ നിന്നൊരു ജോലി കിട്ടത്തില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ട് IT ഉൾപ്പെടുത്തിയുള്ള പഠന രീതിയാണിപ്പോൾ ഗവൺമെൻറ് ആയാലും സ്വകാര്യ മേഖലയായാലും ചെയ്യുന്നത്. ഏത് വിദ്യാഭ്യാസമായാലും അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കാറുണ്ട്. ഇത് വിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിട്ട് IT വിട്ടിട്ട് ഇന്ന് ഒരു മേഖലയും, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം മാത്രമല്ല, വ്യവസായമായാലും ശരി, സർവീസ് സെക്ടറായാലും ശരി, ഏതായാലും ശരി, IT വിട്ട് നിലനിൽപ്പില്ല. അത്ര എല്ലാ മേഖലയും ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് IT പുരോഗതിക്കുള്ള ഒരു അടിസ്ഥാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ അനുദിനം മാറ്റങ്ങൾ പ്രകടമാണ്. ഈ മാറ്റങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ സജീവ ചർച്ചയ്ക്ക് വിധേയമാക്കുക പതിവാണ്. ഈ ചർച്ചയിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്നതും ഒരു സ്ഥിരം സംവിധാനമാണ്. ഈ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര മാറ്റത്തിന് ഉപകരിക്കാറുണ്ടത്രേ. ആധുനിക പഠന രീതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇനിയുള്ള കാലത്ത് ആധുനിക വിദ്യാഭ്യാസ പരിഷ്കാരമില്ലാതെ ഒരു സ്ഥാപനത്തിനും മുന്നോട്ട് പോകാനാവില്ല. പഴയ രീതിയിലുള്ള ടീച്ചിങ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഴയ രീതിയിലാണ് ഇപ്പോഴും പിന്തുടരുന്നത്. പക്ഷേ ആധുനിക രീതികൾ അഡോപ്റ്റ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ശരിയായ മൂല്യം ലഭിക്കില്ല എന്നുള്ള സ്ഥിതിയുണ്ട്. അതുകൊണ്ട് നല്ല നിലയിൽ നടത്തുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആധുനികമായ പഠന രീതികളും പഠന ഉപകരണങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് മുമ്പൊക്കെയാണെങ്കിൽ അന്നും മുന്നോട്ട് നോക്കി ഗുണമേന്മ വേണം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഈ ഓവർഹെഡ് പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ചിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IT-യുടെ അധിനിവേശം കൊണ്ട് IT-യുമായിട്ട് ബന്ധപ്പെട്ട ലാപ്ടോപ്പ് CD-കളും ഉപയോഗിച്ച് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. ഇപ്പോൾ ഒരു പ്രൊജക്ടർ വെച്ചിട്ട്, പ്രൊജക്ടർ ഈ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ആ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ എഫക്റ്റ് ഉണ്ട്. സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയും. അപ്പോൾ കാണുന്നത് മനസ്സിൽ പതിയും. അത് വെച്ചുകൊണ്ട് അധ്യാപകർ അതിന് ഫർദറായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് വിശദീകരിച്ചിട്ട് കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വിദ്യാഭ്യാസം നൽകാൻ കഴിയും. അത് ഏത് ലെവലിലും പറ്റും. പ്രൈമറി സ്കൂളിലായാലും ശരി, MBA വിദ്യാഭ്യാസമായാലും ശരി, BTech ആയാലും ശരി, MTech ആയാലും ശരി, ആ ഒരു വിദ്യാഭ്യാസ രീതി ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് മറ്റുള്ള സമാനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളതിനേക്കാളും കൂടുതൽ അറിവും വിവരവും
കാര്യഗ്രഹണ ശേഷിയും ഉണ്ടായിരിക്കും. അത് യാതൊരു സംശയമില്ല കാര്യത്തിന്. ലോകം ഇന്ന് വിരൽത്തുമ്പിലാണ്. നിമിഷ നേരത്തിനുള്ളിൽ ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കാൻ ഇൻ്റർനെറ്റ് സൗകര്യമൊരുക്കുന്നു. എന്നാൽ ഇൻ്റർനെറ്റ് സംവിധാനം പോസിറ്റീവായി ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. എല്ലാ കാര്യത്തിലും നന്മയും തിന്മയും കുടികൊള്ളുന്നുണ്ട്. സ്വാഭാവികമായും നന്മയെ സ്വാംശീകരിക്കാൻ കഴിഞ്ഞാൽ അറിവിൻ്റെ വലിയൊരു ലോകം നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. തൻ്റെ ബാല്യത്തിൽ സാധിക്കാത്ത കാര്യം വളരെ അവധാനതയോടെ തൻ്റെ ചെറുമകൻ ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായും അഭിമാനം തോന്നുന്നുവെങ്കിൽ എന്തിന് ഇത്തരം സാധ്യതകളെ നാം തള്ളിപ്പറയണം എന്ന അഭിപ്രായക്കാരനാണ് ഇദ്ദേഹം. എല്ലാ നല്ല കാര്യങ്ങൾക്കും അതിന് ചീത്തവശങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ നല്ലത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഏതെടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് വശമുണ്ടാകും. അതുപോലെയുള്ളൂ കമ്പ്യൂട്ടറിന്. സിനിമയാണെങ്കിലില്ലേ, അതുകൊണ്ട് സിനിമ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? അതിന് അതിന് ഉപാധികളുണ്ട്. അതിന് അത്തരം കാര്യങ്ങളിൽ കുട്ടികളെ അങ്ങനെ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ട സംവിധാനം ഒരുക്കാനുള്ള കാര്യങ്ങൾ ഈ സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്. അത് ചെയ്യല്ലാതെ അതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ വേണ്ടെന്നോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. പിന്നെ ഇത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് അക്വിസിഷന്, അറിവ് നേടാനായിട്ട് ഇതുപോലുള്ള ഒരു സൗകര്യം വേറെ ഒരു തരത്തിൽ നമുക്ക് കിട്ടത്തില്ല. പുസ്തകം വായിച്ച് ഉണ്ടാക്കാൻ ഒക്കുന്ന അറിവിനേക്കാൾ വളരെയധികം അറിവ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇൻ്റർനെറ്റ് പോയി കഴിഞ്ഞാൽ ഏത് വിഷയത്തെപ്പറ്റി വേണമെങ്കിലും അതിനങ്ങേ അറ്റമുള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. എന്ത് കാര്യത്തെപ്പറ്റി, അപ്പോൾ എന്ത് കാര്യത്തെപ്പറ്റി നമ്മൾ സാധാരണ ഇത് അറിയണമെങ്കിൽ അങ്ങനെ ഒരു എൻസൈക്ലോപീഡിയെങ്കിലും മേടിച്ചെങ്കിലേ ഒക്കെയുള്ളൂ എല്ലാ കാര്യവും അറിയണമെന്നുണ്ടെങ്കിൽ. എൻസൈക്ലോപീഡിയ പോലും ഇല്ലാത്ത കാര്യങ്ങളും ലോകത്ത് ഒരുപാടുണ്ട്. പക്ഷേ ഈ വെബിൽ ഇൻ്റർനെറ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ വളരെ അപൂർവം. എന്ത് വന്നാലും ആളുകൾ അതിൽ പോസ്റ്റ് ചെയ്യും, ആവശ്യമുള്ളതും അല്ലാത്തതും പോസ്റ്റ് ചെയ്യും. അതെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അതിലൂടെ പറഞ്ഞ ദൂഷ്യവശങ്ങളുണ്ട്, അത് തടയാനുള്ള സംവിധാനം ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ എഡ്യൂസാറ്റിൻ്റെ സാധ്യത വർദ്ധിച്ചതായി ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഈ ആധുനിക മുഖം വിസ്ഫോടനാത്മകമായ ഫലം നൽകുമെന്നതിൽ ഇദ്ദേഹത്തിന് സംശയമില്ല. ലോകത്തെവിടെയുമുള്ള അധ്യാപകൻ്റെ സേവനം ലഭ്യമാക്കാൻ ഈ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ സാധ്യമാകുന്നു. അങ്ങനെ നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് വേദിയാവുകയാണ് എഡ്യൂസാറ്റിലൂടെ. എഡ്യൂസാറ്റിൻ്റെ സാധ്യത നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കാരണം ലോകം ഭാരതത്തെ ഇന്ന് ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും ഭാവി നമുക്ക് അനുകൂലമാക്കാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിയും. എഡ്യൂസാറ്റ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് വഴി ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റാണത്. വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. അതായത് അധ്യാപകർ ഒരു പോയിന്റിലായിരിക്കും ഇരിക്കുന്നത്. അത് ഡൽഹിയിലോ ഇല്ലെങ്കിൽ ബോംബെയിലോ ഇല്ലെങ്കിൽ കൽക്കട്ടയിലോ ഉള്ള ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ് സാറ്റലൈറ്റ് വഴി ഇത് അവൈൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ള സ്കൂളുകളും കോളേജുകളൊക്കെ ഉണ്ടല്ലോ, അവർ സെറ്റപ്പ് ചെയ്യുന്ന മുറി കാണും. ഈ വീഡിയോ കോൺഫറൻസിങ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ മുറി കാണും. അവിടെ ഇരുന്ന് കുട്ടികൾക്ക് സ്ക്രീനിൽ ഇത് കാണാം, ഈ അധ്യാപകൻ പഠിപ്പിക്കുന്നത് കാണാം. എന്ന് മാത്രമല്ല, നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഒരു ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് ആ സംശയം ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാപകൻ അതിന് മറുപടി പറയും. ഈ അധ്യാപകൻ അത് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ മറുപടി പറയും. ഒരു വിർച്വൽ എന്ന് പറയുന്നത് വിർച്വൽ ക്ലാസ് റൂം എന്നാണ്. ഇൻ എഫക്റ്റ് ഒരു ക്ലാസ് റൂം തന്നെയാണ്. ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം മാത്രമേ നമ്മൾ സ്ക്രീനിൽ കാണുകയുള്ളൂ. അതൊഴിച്ചാൽ എല്ലാ തരത്തിലും ഒരു ക്ലാസ് റൂമാണ്. ആ പഠിപ്പിക്കുന്ന വിഷയത്തെപ്പറ്റിയുള്ള എന്ത് വിജ്ഞാനം വേണമെങ്കിലും നമുക്ക് ഫർദറായിട്ട് പ്രോബ് ചെയ്ത് അതോട് ചോദിച്ചിട്ട് നമുക്ക് ലഭിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അധ്യാപകൻ വേണമെന്നില്ല. ഇവിടെ കുട്ടികളും ഈ ഫെസിലിറ്റിയും മാത്രം മതിയാവും. ഒരധ്യാപകന് ആയിരക്കണക്കിന് കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികളെ ഒരേ സമയം അഭ്യസിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ എഡ്യൂസാറ്റ് വഴി ഉള്ളത്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇഗ്നോ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അവർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് നടത്തുന്നത്. അവർക്കെല്ലാം റെഗുലർ ക്ലാസ്സസ് ഇല്ല. അവരുടെ എഡ്യൂക്കേഷൻ മൊത്തവും നടത്തുന്നത് അവർ ഈ എഡ്യൂസാറ്റ് വഴിയാണ്. ഇങ്ങനെയുള്ള വെർച്വൽ ക്ലാസ് റൂംസ് അവരുടെ ബ്രാഞ്ചുകളുള്ള സ്ഥലങ്ങളിലെല്ലാം വെച്ചിട്ട് അവിടെയാണ് കുട്ടികൾ പോയിട്ട് പഠിക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പ്രാധാന്യം നൽകി കാണുന്ന ഒന്നാണ് വ്യക്തിത്വ വികസനം. ഈ പ്രക്രിയയിലൂടെ ഒരു ഉദ്യോഗാർത്ഥിയെ കൂടുതൽ റിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. തീർച്ചയായും ഇവർക്ക് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും ഭംഗിയായി സംസാരിക്കുന്നതിനും ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ തീരുമാനമെടുക്കാനുള്ള കഴിവുമൊക്കെ
ഈ വ്യക്തിത്വ വികസനം വഴി സാധ്യമാകുന്നു. ഇനിയുള്ള ലോകത്ത് ഇത്തരം കടഞ്ഞെടുത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ജീവിത സമരത്തിൽ വിജയിക്കാനാകൂ. ഡോക്ടർ GPC നായർ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ആർജിച്ച വ്യക്തിത്വം അദ്ദേഹത്തിന് സമൂഹത്തിൽ നിന്ന് ഒരുപാട് അംഗീകാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. അവാർഡുകൾ ഇദ്ദേഹത്തെ കൂടുതൽ കർമ്മനിരതനാക്കുമ്പോൾ കേരളത്തിൻ്റെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടാൻ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സാധ്യമാകുമെങ്കിൽ താൻ അതിൽ ചരിതാർത്ഥനാണെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രമല്ല, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മാറാത്ത ഒന്നുമില്ല. മാറ്റമാണ് സ്ഥിരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിലെ വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പഠന രീതി പോലും മാറിയിട്ടുണ്ട്, പരീക്ഷാ രീതികൾ മാറിയിട്ടുണ്ട്, അസസ്മെൻറ്റ് രീതികൾ മാറിയിട്ടുണ്ട്, കുട്ടികളെ എങ്ങനെ അസസ് ചെയ്യണം എന്നുള്ളത് ഇതിലെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ലെവൽ വന്നു കഴിഞ്ഞാൽ പാഠപുസ്തക പഠനം എന്ന് പറയുന്നത് അത് ഒരു ചെറിയ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ SCMS പറ്റി പറയുകയാണെങ്കിൽ SCMS MBAക്ക് പഠിപ്പിക്കുന്നത് സിലബസ് പഠിപ്പിക്കും, സബ്ജക്ട്സ് പഠിപ്പിക്കും. അതിൽ കൂടുതലായിട്ട് ഈ കുട്ടികൾ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തുപോയി എന്താ ചെയ്യാൻ പോകുന്നുള്ളതാണ് ആദ്യം പ്രധാനമായിട്ട് കണക്കാക്കേണ്ടത്. ആ ചെയ്യാൻ പോകുന്ന ജോലികളിൽ അവർക്കെങ്ങനെ സമർത്ഥന്മാരായിട്ട് ജോലി ചെയ്യാൻ പറ്റും, അത് നോക്കിയാണ് ഞങ്ങൾ ഈ സിലബസും ഈ പഠന രീതിയും തയ്യാറാക്കിയിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പാസ്സായി ഇറങ്ങുന്ന ആളുകളെ മാനേജറായിട്ടാണ് പോകുന്നത്. ഒരു മാനേജറായിട്ട് ഒരു കമ്പനിയിലെ മാനേജറായിട്ട് പോയി വന്നെങ്കിൽ അയാൾക്ക് അവിടെ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാൻ എന്തൊക്കെ വേണം? ഉദാഹരണമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഭംഗിയായിട്ട് ആശയവിനിമയം നടത്താനുള്ള കഴിവ്, സംസാരിക്കാൻ. ആളെ വെറുപ്പിക്കുന്നവരുണ്ട് സംസാരിച്ചിട്ട്, വെറുപ്പിക്കുകയല്ല, സ്നേഹത്തോടെ ആളുടെ കയ്യിലുണ്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു സംസാര രീതി, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർക്ക് വേണം. അതുപോലെ തന്നെ ആളുകളുമായിട്ട് ഇടപഴകാനുള്ള കഴിവ്. ഇപ്പോൾ പഴയതുപോലല്ല, ഇപ്പോൾ ടീം വർക്കാണ്, ഇൻഡിവിജ്വൽ വർക്കല്ല. ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു മാനേജർ തനിയെ ഒന്നും ചെയ്യുന്നില്ല. അയാളെ കൂടെയുള്ള ഒരു ടീമിനെ ഉപയോഗിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ടീമിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റാളുടെ ഇടപഴകുമ്പോൾ അവരെ കൂടെ നിർത്താനുള്ള ഒരു കഴിവ് വേണം, അതിന് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അപ്പോൾ അതിന് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ ഈ ടീം ബിൽഡിങ്ങിനുള്ള എബിലിറ്റി, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഈ ന്യൂക്ലിയസ് ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അതായത് അച്ഛനും അമ്മയും ഒരു കുട്ടിയിൽ 2 കുട്ടി. അപ്പോൾ ഈ കുട്ടികളെ പേരൻസ് ഒരുപാട് പാമ്പർ ചെയ്ത് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ ശേഷിയില്ലാത്ത തരത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരും. കാരണം എന്ത് കാര്യം വന്നാലും ഒന്നുകിൽ അച്ഛൻ ഇല്ലെങ്കിൽ അമ്മ, അവരായിരിക്കും കാര്യങ്ങൾ നോക്കുന്നത്. ഒരു ഷർട്ട് മേടിക്കാൻ പോലും ആ കുട്ടിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ അവസരം ഉണ്ടാകത്തില്ല, കാരണം അവർ മേടിച്ചുകൊണ്ട് കൊടുക്കും. ബസ് വരുന്നിടം വരെ അമ്മ കൂടെ കൊണ്ടുപോകും ഈ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാനായിട്ട്. തിരിച്ച് വരുമ്പോഴും അവിടെ കാത്തു നിൽക്കും. കാറുണ്ടെങ്കിൽ കാറിൽ കൊണ്ടുപോകും. സ്വന്തമായിട്ട് മറ്റൊരു സുഹൃത്തുക്കളായിട്ട് ഇടപഴകാനോ വരുന്ന ഒരു അവസരവും ഈ കൊച്ചുകുട്ടികൾ കിട്ടത്തില്ല. അവരുടെ ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സ് തൊട്ട് 9 വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ആ കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ തീരുമാനിക്കാനോ അവസരം കിട്ടത്തില്ല. അങ്ങനെ വളർന്നു വരുന്ന കുട്ടി വലുതാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ അങ്കലാപ്പിലാവും, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പല കാര്യങ്ങൾ കാണാമെന്ന് നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. ഇതിൽ ഏതാ എടുക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെ അനലൈസ് ചെയ്ത് ഏതായിരിക്കും നമുക്ക് ഗുണമെന്ന് അറിയാനുള്ള കഴിവ് വേണം. അത് ഈ കുട്ടിക്ക് ഉണ്ടാകത്തില്ല. കാരണം അതിനുള്ള ചുറ്റുപാടുകൾ ആ കുട്ടിക്കില്ലായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എല്ലാ കൊച്ചുകുട്ടികൾക്കും അത്തരം ഒരു ജീവിതമാണുള്ളത്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ഒക്കാത്ത. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആത്മവിശ്വാസം വളർത്താനും സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസമുണ്ടല്ലോ, അത് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്ത് അപഗ്രഥിച്ചിട്ട് എന്ത് തീരുമാനമായിരിക്കും നല്ലത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പഠന രീതിയാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഇത് ഇന്നൊവേഷൻ്റെ കാലമാണ്. ലോകത്തെവിടെയും വികസനം സാധ്യമാക്കിയത് ആധുനിക വിദ്യാഭ്യാസ സംസ്കാരമാണ്. ഇവിടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തിന് ഇന്ന് പരിമിതികൾ വളരെയാണ്. കേവലം ക്ലറിക്കൽ ജോബിനപ്പുറം ഇത്തരം ഉദ്യോഗാർത്ഥിക്ക് ഒരു പ്രവർത്തന മേഖല കണ്ടെത്താനാവില്ല. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വിദ്യാഭ്യാസം നാടിൻ്റെ പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നു. ഇതിനാവശ്യമായ എല്ലാ നൂതന സംവിധാനങ്ങളും
പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല ആവിഷ്കരിച്ച് നടപ്പിലാക്കണം എന്ന യാഥാർത്ഥ്യബോധത്തോടെ മികച്ച കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും ഒക്കെ ഒരുക്കിയെടുക്കാൻ ഇദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ്. അത് രണ്ടും രണ്ട് വ്യത്യസ്ത മേഖലകളാണ്. സാധാരണ വിദ്യാഭ്യാസമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മുമ്പ്. സാധാരണ വിദ്യാഭ്യാസത്തിനുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലറിക്കൽ ജോലിക്ക് പറ്റുള്ളൂ. സാധാരണ വിദ്യാഭ്യാസം കൊണ്ട് ക്ലറിക്കൽ ജോലിയോ ഇല്ലെങ്കിൽ അങ്ങേറ്റം വന്നാൽ അധ്യാപകനാകാം. അതിനപ്പുറമായിട്ടൊന്നിനും ആ വിദ്യാഭ്യാസത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. സാങ്കേതിക വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിക്ക് തന്നെ സാങ്കേതിക വിദ്യാഭ്യാസം അനിവാര്യമാണ്. അത് മെഡിക്കൽ മേഖലയായാലും ക്ലിനിക്കൽ മേഖലയായാലും എഞ്ചിനീയറിംഗ് ആയാലും ടെക്നോളജി ആയാലും എന്തുമായാലും ശരി, ഈ നാട്ടിന് പുരോഗതി വരുന്നത് മുഴുവൻ ഇന്നോവേഷൻ കൊണ്ടാണ്. ആധുനികമായ കാര്യങ്ങളെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യും, അത് പ്രാക്ടീസ് ചെയ്യും ചെയ്തുകൊണ്ടാണ് ലോകത്തിന് പുരോഗതി ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നോവേഷൻ വരണമെങ്കിൽ നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള പഠന രീതി കൊണ്ട് ഒരിക്കലും ഇന്നോവേഷൻ കൊണ്ടുവരാനാകുന്നില്ല. ഇന്നോവേഷൻ വേണമെന്നുണ്ടെങ്കിൽ സയൻസും ടെക്നോളജിയും വികസിക്കണം, ആ വിദ്യാഭ്യാസ മേഖല വികസിക്കണം. ഇന്ന് ലോകത്തുള്ള പുരോഗതിക്ക് സമഗ്രമായ പുരോഗതി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം കാരണം എന്ന് പറയുന്നത് ഇന്നോവേഷനാണ്. ഇന്നോവേഷൻ കൊണ്ട് മാത്രമാണ് ഈ പുരോഗതി എല്ലാം വന്നിട്ടുള്ളത്. ഇന്നോവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്, സാങ്കേതികവിദ്യ. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനായാലും മെഡിസിനായാലും പിന്നെ മറ്റ് ടെക്നോളജികളായാലും ശരി, അതിൻ്റെ പഠനം കൊണ്ടും ആ രംഗത്തുള്ള ഗവേഷണം കൊണ്ടുമാണ് നമുക്ക് പുരോഗതി നേടാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് ഇത് മെക്കോളെ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് സായിപ്പ് അവരുടെ ഭരണത്തിന് കുറച്ച് ക്ലാർക്കന്മാരെ വേണം സൃഷ്ടിക്കണമായിരുന്നു. കാരണം പരമ്പരിക്കാനൊക്കെ ആയിട്ട് പോകണം, ഇവരോടെ സംസാരിക്കുകയും വേണം. അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന കുറച്ച് ക്ലറിക്കൽ ലെവലിലുള്ള ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ. BA, BSc, MA ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളത്. അതെല്ലാം ഒരു തൊഴിലിന് വേണ്ടിയുള്ളതല്ലായിരുന്നു. ഇപ്പോഴാണ് ഏതാണ്ട് 2-3 ദശാബ്ദക്കാലത്തിന് ശേഷമാണ് സത്യം പറഞ്ഞിരിക്കും ഈ ജോലി സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ജോലികൾ ഉണ്ടായതും അത്തരം വിദ്യാഭ്യാസത്തിനും പുരോഗതി ഉണ്ടായതും. തൊഴിലിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയുന്നവർക്ക് സ്വന്തം നാടിൻ്റെ വികസനത്തിൽ ക്രിയാത്മകമായ പങ്കാളിത്തം ലഭിക്കും. തീർച്ചയായും കമ്മിറ്റ്മെൻറ്റ്സ് അത്യാവശ്യമാണ് ഓരോ ഉദ്യോഗാർത്ഥിക്കും. തികഞ്ഞ ഉത്തരവാദിത്വം എല്ലാ കാര്യത്തിലും പുലർത്തുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. അച്ചടക്കം അനിവാര്യമാണെന്ന് ഇദ്ദേഹം തറപ്പിച്ചു പറയുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ ഭാവി ശോഭനമാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കമ്മിറ്റ്മെൻറ്റ് വേണം. നമ്മൾ എന്ത് തൊഴിൽ ചെയ്താലും അത് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഏത് തൊഴിലും മാന്യമാണ്, ആ തൊഴിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ഫിലോസഫി, ഒരു ജീവിത ചിന്താഗതി വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ രാജ്യത്ത് സമൂലമായ മാറ്റമുണ്ടാകും. ഇന്ന് നമുക്കില്ലാത്തത് കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട്, ഏത് തൊഴിലും നല്ലതാണ്, ഒരു തൊഴിലും മോശമല്ല.